ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റാഷാർട്ട്. ഇന്ന് നമ്മൾ ക്യാൻവാസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബ്രഷസ് എങ്ങനെ കഴുകി നമ്മളതിനെ കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ള അതിനെക്കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ കമൻറ്റിൽ ആരോ ക്യാൻവാസിനെ കുറിച്ച് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ക്യാൻവാസിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ക്യാൻവാസസ് പല ടൈപ്പ് ഉണ്ട്. ഇത് എന്താ പറയുക, ക്യാൻവാസ് ബോർഡാണ്. ക്യാൻവാസ് ബോർഡായിട്ടും വരും, പിന്നെ സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ആയിട്ടും വരും. ഇതാണ് സ്ട്രെച്ച്ഡ് ക്യാൻവാസ്. ഞാൻ ഇതിന് രണ്ടിനെ കുറിച്ചിട്ട് മാത്രമേ ഇപ്പോൾ പറയണുള്ളൂ. കോട്ടൺ ക്യാൻവാസ് ഉണ്ട്, ലിനൻ ക്യാൻവാസ് ഉണ്ട്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻവാസ് ബോർഡ്, പിന്നെ സ്ട്രെച്ച്ഡ് ക്യാൻവാസ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രാക്ടീസിന് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ക്യാൻവാസ് ബോർഡാണ്. ഇതാണ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് നമ്മൾ ക്യാൻവാസ് സ്ട്രെച്ച്ഡ് ക്യാൻവാസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പിന്നിൽ ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക, പലക അടിച്ചിട്ട് വരുന്ന ഒരു പിന്നെ ഫ്രെയിം ഉണ്ടായിരിക്കും. ആ ഫ്രെയിമിൻ്റെ മുകളിൽ നമ്മൾ ക്യാൻവാസിൻ്റെ ഷീറ്റ് വലിച്ചു പിടിച്ചിട്ട് പിൻ ചെയ്തിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് വരയ്ക്കാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. മീൻസ് കുറച്ചും കൂടെ ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ. പിന്നെ അതേപോലെ ഇതിൻ്റെ സൈഡ്സൊക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ വോളിലൊക്കെ വെക്കാൻ പറ്റുക ഇങ്ങനെയുള്ള ക്യാൻവാസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസസും ഇത് വീട്ടിൽ വെക്കാൻ പറ്റില്ല എന്നല്ല, ഇതൊക്കെ നമുക്ക് ഫ്രെയിം ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ കൊടുത്തിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുള്ള അധികം ക്യാൻവാസും ഇങ്ങനെയുള്ള ക്യാൻവാസ് ബോർഡാണ്. കാരണം ക്ലാസ്സിൽ ഞാനിതാണ് യൂസ് ചെയ്യുക. മറ്റേ സ്ട്രെച്ച്ഡ് ക്യാൻവാസ് എന്തെങ്കിലുമൊക്കെ എക്സിബിഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുള്ളൂ. അപ്പോൾ നല്ല രസമായിട്ട് അതിൽ ചെയ്താൽ കാണാൻ സ്ട്രെച്ച്ഡ് ക്യാൻവാസിൽ. പിന്നെ ഇത് സൈസ് നോക്കട്ടെ, 8x10 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ 8x10 ആണ് ഞാൻ നോർമലി എൻ്റെ ഓൺലൈൻ ക്ലാസ്സിന് യൂസ് ചെയ്യുക. ഇത് തൂവിയാർഡ്സിന്ന് ഉള്ള പ്രീമിയം ക്യാൻവാസ് ബോർഡ്സ് ആണ്. എനിക്ക് അയച്ചു തന്നിട്ടാണ്. ഞാനിപ്പം പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. ഞാൻ ഇതിപ്പം പുതിയത് എൻ്റെ കയ്യിൽ കിട്ടിയതേ ഉള്ളൂ, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ബ്രൂസ്ട്രോൻ്റെതാണ് ക്യാൻവാസ് ബോർഡ്. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. പിന്നെ നമ്മൾ ക്യാൻവാസ് ബോർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് അതിൻ്റെ ചെറിയ ഒരു സൈസാണ്. ഇതിൻ്റെ സൈസ് 5x7 ആണേ. ഇതൊക്കെ നല്ലൊരു സൈസാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ ബുക്ക് മാർക്ക് വരയ്ക്കുന്ന അത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസ്. ഇത് വരുന്നത് 3x6 ആണ്, 3x6 ഇഞ്ചസ് ആണ്. ഇത് കണ്ടോ, വളരെ ചെറുതാണ്. ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു ക്യാൻവാസ് ഇങ്ങനെ ഈ ഒരു സൈസിൽ വരുന്നത്. അവരങ്ങനെയാണ് പറയുന്നത്, ഈ ഒരു സൈസിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ കയ്യിലുണ്ട് വേറെ ക്യാൻവാസ്, ഞാൻ കാണിച്ചു തരാം. ഇത് അങ്ങനെ ഒരു വലിയൊരു ബ്രാൻഡൊന്നുമല്ല, ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് 4x6 ആണ്. അതിൻ്റെ നേരെ വലുതാണ് ഇത് 5x7 ആണ്. ഇത് ഞാൻ ഒരുപാട് വരച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ്. ഇതിൽ കുറേ എണ്ണം വരച്ചിട്ട് നമ്മൾ ചുവരിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ല ആംഗിളിലും കോർണറിലും ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ലതാണ്. പിന്നെ ക്യാൻവാസ് ബോർഡ്സിന് നമ്മളെപ്പോഴും ക്യാൻവാസ് ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് അത്യാവശ്യം തിക്നെസ് വേണം. നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഇത് പറ്റ ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യരുത്. ഈ ലൈറ്റായി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വരച്ച് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞിട്ട് പോകും. ഈ വളഞ്ഞു പോയാൽ നമുക്ക് അതിനെ കൊണ്ടുള്ള പർപ്പസ് ശരിയാവില്ല. എൻ്റെ അടുത്ത് ആദ്യം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാൻവാസ് ഉണ്ടായിരുന്നു. എൻ്റെ പേര് ഞാൻ ഇപ്പം മറന്നു. അതായിരുന്നു ഞാൻ സ്റ്റുഡൻസിന് റെക്കമെൻഡ് ചെയ്യാറുള്ളത്, കാരണം കുറച്ച് ചീപ്പാണ് അതുകൊണ്ട്. പക്ഷെ അതിൽ വരച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പെയിൻറ്റിങ്സും ഇങ്ങനെ വളഞ്ഞു പോയി. പിന്നെ അതെനിക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. അതിൽ ഒന്ന് ഇവിടെ ഉണ്ട്, അതിന് ഞാൻ വോളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ എന്നിട്ട് ബെഡിൻ്റെ അടിയിലൊക്കെ വെച്ച് കുറേ കാലം ഇങ്ങനെ അമർത്തിയൊക്കെ വെച്ചിട്ട് ചിലതൊക്കെ നേരായി വരും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ ക്യാൻവാസിനെ കൊണ്ട്. അതിന് ശേഷമാണ് ഞാൻ ബ്രൂസ്റ്റർ കുറച്ചും കൂടെ എക്സ്പെൻസീവാണ്, കുറച്ചും കൂടെ പ്രൈസ് ഉണ്ട്, പക്ഷെ നല്ലതാണ്, നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട്
പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു പെയിൻറ്റിങ് ഒക്കെ വരച്ചിട്ട് പിന്നീട് ഇത് വളഞ്ഞൊക്കെ പോകാമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടമല്ലേ പിന്നെ കാണുമ്പോൾ. അത് നമ്മൾ ചിലപ്പം ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പെയിൻറ്റിങ് ആയിരിക്കും. ഏത് പെയിൻറ്റിങ്ങാണ് നമ്മൾ വരയ്ക്കുന്നത് നമ്മളെ മാസ്റ്റർ പീസ് ആവുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വരയ്ക്കുമ്പോൾ നല്ലതിൽ വരയ്ക്കുക. പിന്നെ അങ്ങനെയുള്ള പൈസൻ്റെ ലാഭം നോക്കിയിട്ടേ ലോക്കൽ ക്യാൻവാസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, യൂസ് ചെയ്തിട്ട് നിൻ്റെ അഭിപ്രായം പറയാം. പിന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് ക്യാൻവാസ് ഇങ്ങനെ വളഞ്ഞു പോണതാണോ എന്നുള്ളത്, അതായത് അതിന് നിങ്ങൾ നോക്കേണ്ടത് കട്ടി ഉണ്ടോ നോക്കുക. പിന്നെ ക്യാൻവാസിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ക്യാൻവാസ് നമ്മൾ വാങ്ങുമ്പോൾ അധികം അത് ക്യാൻവാസിലല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ക്യാൻവാസിൻ്റെ ബുക്ക് വാങ്ങി വരയ്ക്കണവരുണ്ടാവും. ക്യാൻവാസ് ഷീറ്റുള്ള ക്യാൻവാസിൻ്റെ പാഡ് ഉണ്ടല്ലോ, ഞാനത് ആദ്യം യൂസ് ചെയ്തിരുന്നു പണ്ട്. അത് അതിൻ്റെ മുകളിൽ വരുന്ന അതിൻ്റെ ഉള്ളിൽ വരുന്ന പേജസ് ഈ ക്യാൻവാസിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ, ഇത് ഭയങ്കര റഫ് ആയിരിക്കും. ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് കുറേ ആൾക്കാർ അത് യൂസ് ചെയ്യണവരുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പ്രത്യേകം പറയും, നിങ്ങളത് പ്രൈം ചെയ്തിട്ടേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലോ അറിയോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അറിയണവരുണ്ടാവും, അറിയാത്തവർക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യണത്. അപ്പോൾ ഇത് ജെസ്സോ എന്ന് പറയും. ഈ ജെസ്സോ എന്ന് പറയുന്നത് നമ്മൾ ക്യാൻവാസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അതെന്ന് വെച്ചാൽ അതിനൊരു ലെയറും കൂടെ കൊടുക്കുക. ഇത് കുറേ കാലം ആയി ഞാനിത് യൂസ് ചെയ്യണേ. ഇപ്പോൾ കട്ടായുണ്ട്, നമുക്കത് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ക്യാൻവാസിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ക്യാൻവാസ് പാഡാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ഞാൻ കണ്ടിടത്തോളം എല്ലാ നല്ല ബ്രാൻഡാണെങ്കിലും അതിന് കുറച്ച് നല്ല റഫായിട്ടുള്ള സർഫസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അത്രയും റഫായിട്ടുള്ള സർഫസിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ അങ്ങനെ ബ്രേക്കായി പോകും. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു 1-2 കോട്ടൊക്കെ കൊടുത്തിട്ട് ഒന്ന് മതിയാവും. നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഭയങ്കര ഡൈല്യൂട്ടായിട്ട് ചെയ്യാതെ നന്നായിട്ട് പിന്നെ ഒരു കോട്ട് കൊടുക്കുക, എന്നിട്ട് ചെയ്താൽ നന്നാവും. അതിനിപ്പോൾ ഞാനിപ്പോൾ ഈ ഇതൊക്കെ പ്രൈം ചെയ്ത് വരുന്ന ക്യാൻവാസ് ഓൾറെഡി പ്രൈം ചെയ്ത് വരുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ഷീറ്റാണ്. ഈ ഒരു കോട്ടൻ്റെ ഒരു ഇതാണ് ശരിക്കും, ഇതൊരു ക്ലോത്ത് കണ്ടോ, ത്രെഡൊക്കെ കാണില്ലേ. ഇതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ സംഭവം അടിച്ചിട്ട് വരുന്നതാണിത്. എന്നിട്ട് അവരത് വരയ്ക്കാനുള്ള ഒരു സർഫസ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ട് വരണം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത്ര മെനക്കെടുന്നതിൽ നല്ല നമ്മളിത് വാങ്ങുകയാണ്. കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. വെറുതെ കുറേ പൊട്ടത്തരമായിട്ട് എനിക്ക് തോന്നി. കാരണം അതിനായിട്ടൊക്കെ നമ്മൾ മെനക്കെട്ട് ഇറങ്ങുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ ടൈം പോകും. നമുക്ക് വേറെ അതിനുള്ള അത്ര സമയമില്ല എന്നുണ്ടെങ്കിൽ അതിനൊന്നും നിൽക്കണ്ട. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് വാങ്ങിയ ബോർഡ് ഇപ്പോഴും എൻ്റെ വീട്ടിൽ എവിടെയോ കിടക്കുന്നുണ്ട്. വലിയ ബോർഡ് വാങ്ങിയിരുന്നു ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ ഇതേപോലെയുള്ള സാധനം ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിച്ച് വരുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ഷീറ്റ് ഒട്ടിക്കുന്നതാണ്, ഒരു പേപ്പർ കണ്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരു ഹാർഡ് സർഫസാണ് ഉണ്ടാവുക. ഇതാകുമ്പോൾ കുറച്ച് ഇപ്പുറത്ത് പിന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു പ്രസ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് പോകില്ല. അപ്പോൾ എനിക്ക് ഇതിൽ കുറച്ചും കൂടെ വരയ്ക്കാൻ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ എക്സ്പെൻസീവാണിത്, ഇത് അത്ര പ്രൈസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഭയങ്കര റഫാണെന്നുണ്ടെങ്കിൽ, റഫാണെങ്കിലും എൻ്റെ സജഷൻ എന്താണെന്നറിയോ, റഫാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളിതൊരു പ്രാവശ്യം പ്രൈം ചെയ്യാം. പ്രൈം ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്ന എൻ്റെ സ്റ്റുഡൻസ് ആദ്യമായിട്ട് ചേരുമ്പോൾ ഒരു ചോദിക്കും, മാം ഇത് ഓൾറെഡി പ്രൈംഡ് അല്ല, എന്തിനാണ് വീണ്ടും പ്രൈം ചെയ്യണത്? അപ്പോൾ ഞാൻ പറയും, ഇത് പ്രൈം ചെയ്താലേ നമുക്കിത് ഉപയോഗിക്കുമ്പോൾ ഒരു സ്മൂത്തായിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഈ പ്രൈം ചെയ്തിട്ട് നമ്മളതിൻ്റെ വരച്ചിട്ട് വരുമ്പോഴുള്ള റിസൾട്ട് ഉണ്ടല്ലോ, ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും. നല്ല ഈവൺ ആയിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ടാവും. മറ്റേത് ഇങ്ങനെ നമ്മൾ എന്തോ ഒരു കുഴീൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുറേ പെയിൻറ്റ് തേച്ച പോലെയുള്ള ഒരു ഫീലാണ് വരിക. അപ്പോൾ അത് അറിയണോണ്ടാണ് ഞാനത് പറയണത്. അപ്പോൾ ഇപ്പം അടുത്ത് തന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇതേപോലെ ഞാൻ പറഞ്ഞിട്ട് ജെസ്സോ പ്രൈം ചെയ്തിട്ട് ഒരു പെയിൻറ്റിങ് അതിൻ്റെ മുന്നുള്ളതും ചെയ്തിട്ടുള്ള വ്യത്യാസം അവർക്ക് കറക്റ്റ് മനസ്സിലായി. എൻ്റെ അടുത്ത് പറഞ്ഞു എന്തൊരു വ്യത്യാസമാണുള്ളത്. അങ്ങനെ നിങ്ങളെ എക്സ്പീരിയൻസ് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, പ്രൈം ചെയ്തതിന് ശേഷം മാത്രം ക്യാൻവാസ് എപ്പോഴും വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത കാര്യം ഞാനെല്ലാം പറഞ്ഞു തോന്നുന്നു. അതായത് ഒന്ന് വളവുണ്ടോ നോക്കുക. വളവുണ്ടോ എന്ന് മാത്രമല്ല, വളയാതിരിക്കാൻ നല്ല കട്ടി ഉണ്ടോ നോക്കുക. പിന്നെ ഇതിൻ്റെ സർഫസ് പിന്നെ നല്ല റഫല്ലാത്തത്, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് റഫല്ലാത്തത് പിന്നെ സെലക്ട് ചെയ്യാം.
പിന്നെ ഇനി വാങ്ങിയാലും അതിൻ്റെ മുകളിൽ ഒരു വട്ടം പ്രൈം ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ക്യാൻവാസിലൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വാർണിഷ് അടിക്കുക. വാർണിഷ് ഏതാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഞാൻ കാണിക്കാം. ഇതാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ള വാർണിഷ്. ഞാനെല്ലാം കൂടെ പിന്നെ ഒന്നിച്ച് ഒക്കെ വാർണിഷ് ചെയ്യുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പം പോസ്റ്റ് ചെയ്യുമ്പോൾ വാർണിഷ് ചെയ്യാറുണ്ട്. നല്ലൊരു ഗ്ലോ ഫിനിഷ് ഉണ്ടാവും. ക്ലിയർ വാർണിഷ് പ്രീമിയം, ഇത് ഹിമീൻ്റെതാണ്. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പിന്നെ ആർഫീനൻ്റെ ഒരു സ്പ്രേ വാർണിഷ് ഉണ്ട്. അത് പക്ഷേ ഈ സ്പ്രേ ആയതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക, അത് ഫ്ലൈറ്റിൽ ലഗേജിൽ ഇടാറില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുക്കാറില്ല സാധനം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവിടുന്ന് ചെയ്യുക. ഇത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം മറ്റതാണ്. കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് ഉണ്ടാവും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇപ്പം ഞാൻ ക്യാൻവാസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയ ഒരു സബ്ജക്റ്റായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.